വെച്ചാൽ ഇവിടുത്തെ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ എന്തൊക്കെയൊക്കെ ഈ വീട്ടിൽ പ്രശ്നമുണ്ട്. പ്രശ്നം എന്ന് വെച്ചാൽ എന്തോ കൊച്ചിനെ കടിക്കുന്നുണ്ട്, കൊച്ചിന് എന്തൊക്കെ ഇൻഫെക്ഷൻ വരുന്നുണ്ട്. വാക്സിൻ നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ബാക്കിലാണിങ്ങനെ. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ടിങ്ങനെ കിംസിലും അല്ലാതെ ഡോക്ടർ പ്രദീപ് എന്ന് പറഞ്ഞ ഡോക്ടറിൻ്റെ അടുത്തും അങ്ങനെ ഇങ്ങനെ മാറി മാറി ഓരോ ഡോക്ടറിൻ്റെ അടുത്ത് മോളെ കാണിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ 2 weeks ആയിട്ട് ഞാനിങ്ങനെ കിടന്ന് അനുഭവിക്കുക. രാത്രി മോൾ ഉറങ്ങുന്നില്ല. പാവമായിട്ടുള്ള ഒരു കുഞ്ഞാണ്. അപ്പോൾ ഇവൾ ഉറങ്ങുന്നില്ല, ഇവൾ എണീച്ച് കരയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ്. അപ്പോൾ നമ്മളാണെങ്കിൽ മാക്സിമം നോക്കി സ്പ്രേ ഒക്കെ അടിച്ച് അവൾക്ക് പിള്ളേരുടെ എണ്ണ ഇട്ട് നോക്കി, അല്ലാതെ കുറേ കാര്യങ്ങൾ ചെയ്തു. എന്തൊക്കെ ചെയ്തിട്ടും മാറുന്നില്ല. ഈ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട്. അപ്പോൾ അതെന്താണെന്നൊന്ന് ഫിഗർ ഔട്ട് ചെയ്യുന്ന വരെ എനിക്ക് അറിഞ്ഞൂടെ എങ്ങനെയാണ് ഇവിടെ നിൽക്കുന്നതെന്ന്. അപ്പോൾ ഇപ്പം ഞാൻ 2 days ഒന്ന് മാറി നിന്ന് നോക്കാൻ പോവുകയാണ് കുഞ്ഞിന് എന്തെങ്കിലും മാറ്റം വരുമോ ഇല്ലേ എന്ന്. കാരണം ഞാൻ ആദ്യം വിചാരിച്ചു ഇനി ലിയാൻ വല്ലതും സ്കൂളിൽ നിന്ന് വല്ലതും പനി വല്ലതും കൊണ്ടുവന്നതാണോ, ഒന്നും അറിയാൻ വയ്യ. അപ്പം ഇപ്പം ഈ കുഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് ഇറങ്ങത്തില്ല. കയ്യിൽ നിന്ന് എനിക്ക് എന്തൊക്കെയാണ് പറ്റുന്നത്. അപ്പം ഞാൻ കുറേ ഡിഫറെൻറ്റ് വേസ് ട്രൈ ചെയ്തു. പിന്നെ മോക്ക് ഇത് വേഴ്സ് ആവുന്നതേ ഉള്ളൂ, കുറയുന്നില്ല. അപ്പോൾ ഞാനാണെങ്കിൽ നോക്കുക, ഇനി മാറിയില്ല എങ്കിൽ നമ്മൾ മാറി നിൽക്കുമ്പോൾ ഇത് മാറുകയാണെങ്കിൽ ഈ വീട്ടിൻ്റെ എന്തോ പ്രശ്നമാണ്. അപ്പോൾ ഇതെന്താ ഫിഗർ ഔട്ട് ചെയ്യുന്നത് എന്ന് വരെ ഇവിടെ എനിക്ക് നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം മോക്ക് ഇങ്ങനെ പോയാൽ ഡോക്ടർ പറഞ്ഞ ചിലപ്പോൾ ഇനി ഡെങ്കു വല്ലതും വരും. അങ്ങനെ ഈ വീട്ടിൽ എന്താണ് പ്രശ്നം എന്ന് അറിഞ്ഞുകൂടാതെ പോയാൽ, കാരണം നമുക്ക് ചെസ്റ്റും ബാക്കും എല്ലായിടവും പ്രശ്നമാണ്. ഈ കുടിക്കൊഞ്ഞിങ്ങനെ കിടന്ന് കരയുന്ന കാണുമ്പോൾ എനിക്ക് നല്ല വിഷമമാണ്. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് നോക്കുന്നുണ്ട്, ഇപ്പം പതുക്കെ നോക്കുന്നുണ്ട് വേറെ എങ്ങോട്ടെങ്കിലും കുറച്ച് നാളെ മാറി നിൽക്കാൻ പറ്റുമോ എന്നോ, അല്ലെങ്കിൽ ഒരു 3-4 ദിവസം വല്ലോ ഏതെങ്കിലും നല്ല സ്ഥലത്ത് വല്ലോ റെൻറ്റും കാര്യങ്ങളും നോക്കണം. നോക്കിയിട്ട് ഇവർക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കണം. ഇവിടെ ഓക്കെ ആയി ഇവിടെ എന്താണ് ഇഷ്യൂ എന്ന് ഏതെങ്കിലും ഒരു ഡീപ്പ് ക്ലീനിങ് ഏജൻസിയെ കൊണ്ടുവന്ന് ക്ലീൻ ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മളിപ്പോൾ വേറെ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ ഫുൾ ടൈം നിൽക്കാൻ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അമ്മൂമ്മ എന്തായാലും വാടക വീട്ടിലൊന്നും വരത്തില്ല. ഞാൻ ചോദിച്ചു നോക്കിയ കാര്യമാണ്, അമ്മൂമ്മ വരത്തില്ല. ഈ വീട് വിട്ട് അമ്മൂമ്മ എവിടെയും പോകത്തില്ല. ഞാനും എൻ്റെ അപ്പൂപ്പനിൽ നിന്ന് വീടാണ് ഇവിടെ, ഞാൻ ഇവിടെ വിട്ട് എവിടെയും പോകത്തില്ല എന്നുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു ശരി ഓക്കെ. പക്ഷെ അവർക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വേണം. അപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കാൻ അവർക്ക് പറ്റത്തില്ല. അപ്പോൾ ഇവിടെ അടുത്ത് വല്ലതും ഇനി നോക്കണം, എവിടെയെങ്കിലും വാടകയ്ക്ക് നിൽക്കാൻ പറ്റുമോ, പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യത്തിന് പോയി വരാനും. അത് മാത്രമല്ല ഇപ്പോൾ ഗ്രോസറീസും കാര്യങ്ങളും, ഇപ്പോൾ ജോലിക്ക് നമ്മളിപ്പോൾ ഒരാൾ നിർത്തിയിട്ടുണ്ട്, പുതിയൊരാൾ വീട്ടോടെ നിൽക്കുന്ന ആളാണ്. അപ്പോൾ അവരെ കൊണ്ട് അവർക്ക് ഇപ്പോൾ ഇനി ഗ്രോസറീസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ മാത്രം വന്ന് മേടിക്കണം. കൊച്ചിനെ വീട്ടിൽ കൊണ്ടുവരുന്നില്ല. കാരണം ഇതിപ്പോൾ പോട്ടെ ഇതിപ്പോൾ എൻ്റെ മെൻ്റൽ ഹെൽത്തിനെ ഒരുപാട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് മോളിങ്ങനെ കാണുന്നത് എനിക്ക് കയ്യിൽ നിന്ന് ഇറങ്ങുന്നില്ല ഈ കൊച്ച്. അപ്പോൾ എന്താണ് എനിക്ക് അറിഞ്ഞൂടെ ഈ വീട്ടിൽ എന്താ പ്രശ്നം. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാൻ റൂം വൃത്തിയാക്കിയിട്ടാണ് ഇട്ടേക്കുന്നത്. ഞാൻ വേറെ റൂം, നമ്മൾ ഈ റൂം മാത്രം യൂസ് ചെയ്യാറ് നമ്മൾ 4 പേരും. പക്ഷെ ഈ കുഞ്ഞിനെ മാത്രം നല്ല രീതിക്ക് എഫക്ട് ചെയ്യുന്നുണ്ട്. ലിയനെ അങ്ങനെ എഫക്ട് ചെയ്യുന്നില്ല. വല്ലപ്പോഴും കൊതുകടിയൊക്കെ വരുന്നുള്ളൂ. നമുക്കും ഒന്നുമില്ല, എൻ്റെ മുഖത്തൊന്നും ഇല്ല, എൻ്റെ കയ്യിലൊന്നുമില്ല, കാലിലൊന്നുമില്ല. പക്ഷെ കുഞ്ഞിനെ നല്ല രീതിക്ക് എഫക്ട് ചെയ്യുന്നുണ്ട്. ഈ വീട്ടിൽ എന്തൊക്കെയുണ്ട്. ഞാൻ ഒരു സാധനം എവിടെയെങ്കിലും ഒരു 3-4 ദിവസം ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ചാൽ തന്നെ അവിടെ പൂപ്പലൊക്കെ അടിക്കുന്നത്. അപ്പോൾ ഈ വീട്ടിൽ എന്തൊക്കെയോ ഫംഗസോ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ചെതലുണ്ട്, അതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിട്ട് ഇരിക്കുക. അപ്പോൾ ഈ കുഞ്ഞിനെ ആശുപത്രി കയറ്റി ഇറക്കി എനിക്ക് എന്തോ പോലെയാണ്. അപ്പോൾ മാക്സിമം എത്രയും പെട്ടെന്ന് ഒരു സ്ഥലം നോക്കുക. അല്ലാതെ എനിക്കറിയത്തില്ല എന്താണ് പറയേണ്ടതെന്ന്. ഇനി നോക്കുന്നുണ്ട് ഈ കൊച്ചൊന്ന് ഓക്കെ ആവുന്ന വരെ. ഇനി അടുത്ത കുറേ പേര് പറഞ്ഞു വരുമായിരിക്കും എൻ്റെ അമ്മൂമ്മേനെ കളഞ്ഞിട്ട് പോയാണെന്ന്. എനിക്കിപ്പോൾ ഇവിടെ കാര്യമാണ് ഇമ്പോർട്ടൻറ്റ്. ഒരു സെക്കൻഡ് ഗൈസ്. നാട്ടിൽ അമ്മൂമ്മേനെ നോക്കാൻ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നീ അവരെ കളഞ്ഞിട്ട് പോകാന്നൊക്കെ പറഞ്ഞ് കുറേ പേര് വരുമായിരിക്കും. അതൊന്നും കുഴപ്പമില്ല. എനിക്കെൻ്റെ കൊച്ചിൻ്റെ കാര്യമാണ് ഇപ്പോൾ മെയിൻലി ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനെ ഡെയിലി കുഞ്ഞു കിടന്ന് അനുഭവിക്കുന്നത് എന്നെ കൊണ്ട് കാണാൻ പറ്റില്ല. ഏതമ്മമാർക്കാണെങ്കിലും പറ്റത്തില്ല. അപ്പോൾ വ്ളോഗ് ചെയ്യാനാണെങ്കിലും എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യാനാണെങ്കിലും കുഞ്ഞിൻ്റെ ഹെൽത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ഒരുപാട് എഫക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ നോക്കുന്നുണ്ട്. ഇവിടെ അടുത്ത്
എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഓടി വരാൻ പറ്റുന്ന രീതിയിൽ അടുത്തുള്ള സ്ഥലം നോക്കുന്നുണ്ട്. എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിലും അതെനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി. നമ്മൾ നെട്ടയത്തിൻ്റെ അടുത്താണ് സ്ഥലം. അപ്പം എൻ്റെ അടുത്ത് എവിടെയെങ്കിലും വാടകയ്ക്ക് ഫേണിഷ്ഡാണ് വേണ്ടത്. കാരണം നമുക്ക് കുറച്ച് നാൾ മാറിയിട്ട് ഇതെല്ലാം ഒന്ന് ഓക്കെ ആണെങ്കിൽ തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ്. മേലിൽ 3 ബെഡ്റൂം ഉണ്ട്. നമ്മൾ ഈ ഒരു ബെഡ്റൂം മാത്രമേ യൂസ് ചെയ്യും. നമുക്കിപ്പോൾ 1 ബെഡ്റൂം കിട്ടിയാലും കുഴപ്പമില്ല. കുഞ്ഞ് ഛർദ്ദിച്ച്. അപ്പോൾ ഇനിയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മൂവി ആണെങ്കിൽ ഡിയറിൻ്റെ സ്കൂൾ ബസ്സും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്യണം.